ഇടിയപ്പെടുത്ത് വെച്ചേക്കണ വേഗം വാ, അവര് വിളിയോട് വിളിയാണല്ലോ. ക്ലീറ്റോ, രാവിലെ മുതൽ അവിടുന്ന് വിളിക്കണതാണല്ലോ, നിങ്ങൾ എന്താ പോവാത്തെ? അല്ലെങ്കിൽ കിടന്ന് മനുഷ്യനെ ഓട്ടോ ഓടിക്കണാണല്ലോ. എന്ത് മീറ്റിംഗ്, എന്തോന്ന് പാർട്ടി? എന്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ മീറ്റിങ്ങിന് വാരി കെട്ടി ഇവിടുന്ന് ഞാൻ വലിയ ആവേശത്തിൽ ചെന്നപ്പോൾ 4, 3, 7 പേരുണ്ട്. ഒരുത്തനും താല്പര്യമില്ലെന്നേ. പിന്നെ ഇന്നിപ്പോ അവസ്ഥ അത് തന്നെ, നടരാജ മാത്രം കാണും അവിടെ. എടി ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ മീറ്റിങ്ങും ഈ ക്ലാസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എവൻ്റെയും തലയിലൊന്നും ഒന്നും കയറില്ല. പാർട്ടിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്നോ ഒരു ബോധമില്ലാത്ത കുറേ എണ്ണം. എന്ത് പറഞ്ഞു കൊടുത്താലും ഇങ്ങനെ കീഴ്പോട്ടാ, പടവലങ്ങ വളരും പോലെ ഇങ്ങനെ കീഴ്പോട്ടാണ് ഇവൻ്റെയൊക്കെ ബുദ്ധി പോകുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. വേറെ വിഷയങ്ങളെല്ലാം പറയണ്ട. ഞാനേ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെങ്കിൽ ഈ പാർട്ടി പരിപാടി ഒന്നും എന്താന്ന് ഒന്നുകൂടി പറഞ്ഞേ. അല്ല, ഈ പാർട്ടി പരിപാടി ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേറെ എന്തെങ്കിലും പുതിയ പരിപാടികളെ ഞാൻ വേറെ എന്തോ കേട്ട പോലെ തോന്നി. ഇത് ഒഴിക്കട്ടെ, കറി ഒഴിക്കട്ടെ? സ്പൂണില്ലേടി, ഒരു സ്പൂൺ എടുക്കാം. എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റും? നിനക്കൊന്നിനും വയ്യ. എന്റെ പാർട്ടിയിൽ അണിയണ പോലെ തന്നെ നീയും ചടങ്ങിന് വേണ്ടി എല്ലാം ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. എന്നെ പാർട്ടിയിലോട്ട് എടുത്തോ? അയ്യോ, എന്തിനാ അവിടെ ഉള്ളതിനെ സഹിക്കാൻ വയ്യ. എന്തൊരു ചവർപ്പ് തോന്നുന്നുണ്ടോ? കറിക്കുണ്ടല്ലേ? ഞാനടുത്ത് എന്തൊരു വെളിച്ചെണ്ണയാണ്. ഇന്നലെ വെളിച്ചെണ്ണ മേടിച്ചിട്ട് വന്നില്ലേ ക്ലീറ്റോ? അതിന്റെ ആണോ എന്ന് സംശയമുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അത് പൊട്ടിച്ചൊഴിച്ചപ്പോ മുതലൊരു മണം തോന്നുന്നുണ്ടെന്നേ. ചവർപ്പുണ്ട്. ഇതിന്റെ മണം ഉണ്ടോ നോക്കി. ചുമ്മാതല്ല, കാർച്ചതാണോ? ഓ, ഇത് കാർച്ചൊന്നും അല്ല, ഇതെല്ലാം വ്യാജ സാധനങ്ങളാണ്. ഏതാണ്ട് 10-40 വെളിച്ചെണ്ണ ഇതിപ്പോ നിരോധിച്ചേക്കുക. എല്ലാത്തിനും മറ്റേ വിഷം ചേർന്ന് വരും. എന്താ അതിന്റെ പേര്? പിന്നെ വിഷം. എന്തെന്ന് വിഷം? പത്രം വായിക്കണം. ഏതാണ്ട് 40ഓളം പാക്കറ്റ് വെളിച്ചെണ്ണ നിരോധിച്ചിട്ടുണ്ട് വിഷമായുണ്ട്. വിഷം? ഓ എടി, അതിനകത്ത് എന്താ അതിന്റെ പേര്? പാരഫിൻ എന്തോ പറഞ്ഞിട്ടൊരു സാധനം ഇതിൽ ചേർന്ന് വരും. അത് ഈ മണ്ണെണ്ണ അതുപോലത്തെ എന്തോ സാധനം ചേർത്തിട്ട് പറഞ്ഞതാണ്. ഇത് അതിന്റെ ചവയാ. വിഷം കൊണ്ട് കളഞ്ഞേരാ. അയ്യോ, ഇത്രയും വെളിച്ചെണ്ണ കളയണ എങ്ങനെയാ ക്ലീറ്റോ? ഇന്നലെ പൊട്ടിച്ചൊഴിച്ചതാ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മുഴുവനും കുടിക്ക്, കളയാം. അങ്ങനെ ചത്തൊന്നും പോലെ. അങ്ങനെയാണെങ്കിൽ ഇത്ര നാളും നമ്മൾ ഉപയോഗിച്ചതോ? അത് നമ്മുടെ ആയുസിന്റെ വലിപ്പം കൊണ്ടാ ഒന്നും സംഭവിക്കാതാ. ഇത് മാത്രം തിന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് എന്ത് ചെയ്യുന്നു? വെളിച്ചെണ്ണയ്ക്ക് ഞാൻ വൈകിട്ട് വേലാതിന്റെ കടയിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ആട്ടണ നെല്ലിന്ന് അവിടെ നിന്ന് മേടിച്ചോണ്ടാ. എന്തോരം പൈസയാവും ക്ലീറ്റോ? പൈസ കൂടുതൽ എടുത്താലും വിഷം കഴിക്കണ്ടല്ലോ. തലേത്തേക്കല്ലേ? നന്നായിരിക്കും, തലേ തേച്ച് കൊടുക്കും. ഉള്ള മുടി പൊഴിഞ്ഞു അത് നരച്ച് ആകെ ഇതായിട്ട്. ചുമ്മാല്ല, എൻ്റെ മുടി കുറേ പൊഴിഞ്ഞത്. ഇതൊക്കെ തേച്ച് തന്നെയാണ് സംഭവം. നീ അതുകൊണ്ട് കളയും. ഞാൻ കളയണോ? മീറ്റിങ്ങിന് ക്ലാസ്സിനൊക്കെ പോകാനൊരു താല്പര്യമില്ല. എന്തായാലും പോണ്ട. പിന്നെ പോകാതിരിക്കുക, അത് അതിനേക്കാളും വലിയ കുഴപ്പമാവും. വേലായുധൻ്റെ കടയിലും ഒന്നും കഴിച്ചില്ലല്ലോ. എന്നാ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കോ? ഇല്ല, വേണ്ട. ഞാൻ നോക്കാം, അവിടെ ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. ആ, തുറന്നല്ലേ കട? എനിക്കൊരു സംശയമായിരുന്നു ഇനി ചിലപ്പോൾ തുറക്കില്ലേന്ന്. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടോ? വെളിച്ചെണ്ണ ഇല്ല, തീർന്നു പോയി. തീർന്നു? പാക്കറ്റ് വെളിച്ചെണ്ണ എടുക്കാറില്ല. അത് പരസ്യമായിട്ടുള്ള ഈ മായം എന്നുള്ളത് കൊണ്ട് ആ വെളിച്ചെണ്ണ എടുക്കാറില്ല. അയ്യോ, അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വെളിച്ചെണ്ണയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ അത്യാവശ്യമായിരുന്നു. ലൂസ് വെളിച്ചെണ്ണ ഉണ്ട്, പക്ഷേ അത് മതി, ലൂസ് മതി. ഇപ്പോൾ തീർന്നു പോയി. ഇനി നാളെ വന്നാലേ ഉള്ളൂ. നാളെ കൂടുതൽ എടുക്കാം. ഓ, അപ്പോൾ ഇന്നില്ല? ഇന്നില്ല. നാളെ കിട്ടുമോ? ഓ, നാളെ കിട്ടും. ഈ ലൂസ് വെളിച്ചെണ്ണ അത്ര നല്ലതാ? നല്ലതാണെന്നാണ്, നല്ല മില്ലിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അതെ അല്ലേ? നാളെ എപ്പോൾ വന്നാൽ കിട്ടും? നാളെ 11-12 മണിക്ക്. നാളെ എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചേക്കണം കേട്ടാ. നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞോണ്ടാ. അതെ, ഈ മില്ലിൽ നല്ല സാധനമാണല്ലേ? ആ, മില്ലിന് കൊള്ളാവുന്നതാണ്. ആ, അതിന് നല്ല ചിലവുണ്ട്. അതെ, നല്ല ഡിമാൻഡ് ഉണ്ടല്ലേ? സംഭവം നീ പറഞ്ഞ ഐഡിയ കുഴപ്പമൊന്നുമില്ല. അമ്മാവാ, ഞാൻ ഒരുപാട് പേരെടുത്ത് ചർച്ച ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതായത് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചടി ലാഭം ഉണ്ടാവുന്ന പറയണേ. ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇപ്പൊ തേങ്ങയായിട്ട് വിറ്റാലും പൈസ നഷ്ടമൊന്നും വരാൻ പോണില്ല. തേങ്ങ എടുത്തു കഴിഞ്ഞാൽ തൊണ്ടും ചകിരിയും ഒക്കെ കിട്ടും, അതും ബിസിനസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ പിടിച്ചാലോ ഒന്ന്? ഞാൻ ഇത് മുമ്പേ പറയണതല്ലേ, ഈ അളിഞ്ഞ രാഷ്ട്രീയം മാറ്റിയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ നീ തയ്യാറാവായിട്ടല്ലേ?
ഇത് കാര്യമായിട്ട് പച്ച പിടിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം ഞാൻ കാല് മുടക്കി അടിക്കും. വേണ്ട അത് വെക്കും. ആ ഉറപ്പാ. അല്ല പിന്നെ ഇവിടെ ഇപ്പൊ സൗകര്യത്തിന് കുഴപ്പമൊന്നുമില്ലോ. നല്ല മുറ്റുണ്ട്, തേങ്ങ വേണം കൊടുത്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ഇവിടെ സ്വരൂപിക്കാം, പൊളിക്കാം, അല്ലേ? അതൊക്കെയുള്ള സൗകര്യം ഉണ്ട്. ആ അടാ പിന്നെ തേങ്ങ ഇപ്പൊ എണ്ണ ആട്ടണമെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തായാലും ചക്ക മെഷീനൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരന്റെ മില്ലുണ്ട്. അവിടെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണേക്കാൾ ഒരു ബിസിനസ്സിനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാശൊക്കെ കുറച്ച് കിട്ടാനുള്ള വഴി ഉണ്ട്. അത് ഞാൻ നോക്കാം. അല്ല ഞാൻ ഈ വേലായുധന്റെ മില്ലിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് സംസാരിച്ചു. അല്ലെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എവിടെയാണ് ലാഭച്ച നമുക്ക് അവിടെ കൊടുക്കാം. നമുക്കൊരു മില്ല് എടുക്കാൻ നോക്കിയാലോ? ഉടനെ നടക്കട്ടെ. നല്ല കാശ് വേണം. അല്ല അതിന് ലോണ് കിട്ടും, ബാങ്കിൽ നിന്ന് ലോണ് കിട്ടും. അല്ല അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തിനു റെഡിയാണ്. ഞാൻ ഇപ്പൊ തേങ്ങ പൊളിക്കണോ അല്ലെങ്കിൽ ആട്ടണോ, ഞാൻ റെഡി. പിന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പാക്കറ്റ് പറഞ്ഞാൽ അതിന് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. തനിത്തങ്കം വെളിച്ചെണ്ണ. പിന്നെ അതൊന്നും വേണ്ട, പോടുന്നു എന്റെ ഓരോ കൊച്ചിന്റെ പേരില്ല. എന്നാ തനിത്തങ്കം തക്കിളി വെളിച്ചെണ്ണ. ഇരുന്നിട്ട് കാലം നീട്ടാ തണ്ടലോടിയും. ആദ്യം ഇതിലൊക്കെ ഒന്ന് തുടങ്ങ്, എന്നിട്ട് നന്നാവോ നോക്ക്. അല്ല നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ അതെല്ലാം കണ്ടുവച്ചു. പിന്നെ സമയത്ത് കിടന്ന് പേര് എന്ന് പറഞ്ഞ് ഓടണല്ലോ. അല്ലെങ്കിൽ ക്ലീറ്റ വെളിച്ചെണ്ണാക്കിയാലോ? അതെ, ഇവൻ ഈ ഓന്ത് നിറം മാറുന്ന പോലെ എപ്പോഴാ മാറുന്നറിയില്ല. ഇറങ്ങി പുറപ്പെട്ടു ഇപ്പൊ തന്നെ പോയിക്കോ. എവിടൊക്കെയാണ് തേങ്ങ ഉള്ളിച്ച അന്വേഷിക്കുക. പിന്നെ സംസാരിച്ച് ഇങ്ങനെ അവളോട് ചോദിക്കണത് മുഴുവൻ എടുത്തു കൊടുക്കല്ല. എത്ര കാശ് കുറഞ്ഞു കിട്ടും നോക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തേങ്ങ സ്വരൂപിക്കാൻ നോക്ക്. ബാക്കി മുക്കാട് തുടങ്ങാം. ഈ ക്ലീറ്റോന് പക്ഷെ എല്ലാം തുടങ്ങി കഴിയുമ്പോ ഒരു മടി വരുന്നേ. ഈ ഇതിൽ ഞാൻ 100% ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരുപാട് പേര് പറയണത് ഇത് നല്ല ഇതാണെന്നാ പറയണത്. അതുകൊണ്ട് നമുക്കേ ഇവിടെ തേങ്ങ ഇതിന് മാത്രം കിട്ടും. തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയാലോ? തമിഴ്നാട്ടിലെ തേങ്ങ ഇപ്പം എടുക്കണ്ട. കാരണം അവിടെ ഇതിൽ വിഷം അടിക്കുന്നുണ്ട്, മറ്റേ സൂചി വെക്കുന്നുണ്ട്, മരുന്ന്. നമുക്ക് ശുദ്ധമായ ആദ്യം ഇവിടത്തെ തേങ്ങയുടെ കാര്യം നോക്ക്. ഞാൻ 2-3 ബ്രോക്കർമാരോട് സംസാരിച്ചിട്ടുണ്ട്. ആ ബ്രോക്കർമാരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു കമ്മീഷൻ. നീ ആ മേനോന്റെ വളപ്പില്ലേ അവിടെ, പിന്നെ അതേമാതിരി ആ ശങ്കരനാരുടെ വളപ്പ്, ഇവരൊക്കെ തെങ്ങ എത്ര നിൽക്കണമെന്ന് കരുതി. നോക്കാം. അവരൊന്നും പെട്ടെന്ന് നടക്കണ കൂട്ടരല്ല. സംസാരിച്ച് വില എന്താന്ന് വെച്ചാൽ പോയി സംസാരിക്കാം. നോക്കണ്ട്. അമ്മാനും കൂടെ വരുമോ? ഞാൻ വരണോ? നീ പോയിട്ട് സംസാരിച്ചു വാ. എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വരാലോ. കാര്യഗൗരവമായിട്ട് സംസാരിക്കാൻ ഒരാൾ എന്തായാലും ഞാൻ പോയിട്ട് എന്തെങ്കിലും വിളിക്കും. ആ വിളിച്ചാൽ ഞാൻ വരാപ്പോ. ചായ വേണം മോന്? ആ ഒരു ചായ എടുത്തോ. നന്നായാ മതിയായിരുന്നു ഭഗവാനെ. അതെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് പറ്റ പിടിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഉണ്ടല്ലോ. പരിപാടി തുടങ്ങിയാലോ? ആദ്യം ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് റെഡിയാവട്ടെ. എന്താ നടരാജ, നീ വാ തുറക്കായിരുന്നു. ബിസിനസ് നടക്കും. നമസ്കാരം. ഈ ചെടി എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര മെനക്കേടാ. സമയാസമയം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണേ. ഞാനതുകൊണ്ട് ചെടി നടക്കാത്ത. ഇത് മടിയന്മാർക്ക് പറ്റിയ പണിയല്ലേ, ഉള്ളവർക്ക് പറ്റിയ പണിയാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് പിള്ളേർക്ക് സമയം പോകാൻ ഇതൊക്കെ. പിന്നെ നമ്മളെ ഫോണിൽ കൂടെ സംസാരിച്ചല്ലോ തേങ്ങയുടെ കാര്യം, അത് എങ്ങനെയാണ്? അത് ഒന്ന് ഇട്ടെടുത്തു, ആവശ്യത്തിനുള്ള ഇട്ടെടുത്തു. അല്ല ഞങ്ങളത് ഇടാനും ബാക്കി ആളിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. സാമ്പത്തിക മാർക്കറ്റ് വിലയുള്ള അനുസരിച്ചൊക്കെ തന്നാൽ മതി. അത് ന്യായം, അത് നമ്മൾ ചെയ്യുമല്ലോ. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഒരു ചെറിയ ക്രെഡിറ്റ് ഒന്ന് ചെയ്ത് തരണം. ആദ്യത്തെ പ്രാവശ്യം ഇല്ല, ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് ഞാൻ എത്തിക്കാം. എങ്കിൽ പോലും ചിലപ്പോൾ അഥവാ ഒന്ന് ടൈറ്റ് ആയാൽ ഒന്ന് ഒരു 10 ആദ്യത്തെ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കാം. മതി. അടുത്ത പ്രാവശ്യം മൂലം പിന്നെ അടുത്ത പ്രാവശ്യം മുമ്പേ തരും പോരെ? അപ്പോൾ നാളെ തന്നെ ഞങ്ങൾ ആളുമായിട്ട് വരും. തീർച്ചയായിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ വളരെ സന്തോഷം. ഞങ്ങൾ നാളെ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വരും. ഓക്കെ. എല്ലാ സഹായവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം കേട്ടോ. പുതിയ സംരംഭമാണ്. കർത്താവ് ഇതെങ്കിലും ഒന്ന് പച്ച പിടിച്ചാൽ മതിയായിരുന്നു. എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പം അളയാ 5 സ്ഥലത്ത് തേങ്ങ റെഡിയായിട്ടു. ഇതൊരു നല്ലൊരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ സമ്മതിച്ചു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ ബിസിനസ് പച്ച പിടിക്കും. അല്ലെങ്കിൽ എനിക്ക് മുമ്പേടാ, നിനക്കൊക്കെ തുടക്കത്തിലുള്ള ഒരു ആവേശം കാണും. അതെ, തേങ്ങയുടെ ആളെ കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മാവൻ പറയണേ. ശരിയാ മാവ, ക്ലീറ്റോ ആളെ നോക്കാഞ്ഞിട്ടല്ല, കിട്ടണ്ടേ ആരെങ്കിലും. സപ്പോർട്ട് ചെയ്യാനൊരു ഭാര്യ. ഒരുത്തനെ കിട്ടിയാൽ തന്നെ 100 രൂപയും 2 തേങ്ങ അവന് കൊടുക്കണം. പിന്നെ ഇതിൽ എന്താണ് ലാഭം? അപ്പൊ സത്യം പറഞ്ഞ ഈ കച്ചവടം ചീറ്റി അല്ലേ? അങ്ങനെയും പറയാം. അതെ, തേങ്ങ തരാന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. തേങ്ങ അവർ മറിച്ച് കൊടുത്തോട്ടെ, എന്തോ പറയാനെന്നാണ്. അതെ, അത് ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്. അണക്ക് ഈ നാട്ടുകാരെ പറ്റിക്കലും ആ അളിഞ്ഞ രാഷ്ട്രീയത്തിൽ കടന്ന് കളിക്കാനാ യോഗം. എന്റെ അമ്മാവൻ ദേവി അത് ശവത്തെ കുത്തല്ലേ. ആ, 嗯 എന്താടാ കിട്ടിയോ? അതെയാ, 100 രൂപ 2 തേങ്ങ. 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 100 ര
അതെയാ
ആ മിടുക്കൻ മിടുക്കൻ. ആ പെട്ടെന്നുണ്ടോ? വാ വാ വാ, പോരട്ടെ പോരട്ടെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ എന്നാ. കിട്ടി, ആളെ കിട്ടി. ആ നമ്മുടെ ഒരു പഴയ പാർട്ടിക്കാരനാ, പൊന്നപ്പൻ പൊന്നപ്പൻ. അവനെ കിട്ടി. ആ അതൊക്കെ തപ്പി എടുത്ത് നമ്മളെ പിള്ളേര്. അത് എൻ്റെ പാർട്ടിയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇതാണ്. നടരാജനും കൂട്ടരൊക്കെ അല്ലേ, അത് നടക്കുന്നൊന്നുമില്ല. എൻ്റെ അമ്മാവ എന്തെങ്കിലും പറഞ്ഞ് അതിന് ഉടനെ പിന്തിരിപ്പിക്കല്ലേ. ഒരു പ്രോത്സാഹനം ഇല്ലാത്തൊരു കുടുംബം തന്നെ. വരണ്ട് വരുവാറുണ്ട്, അവർ കൊണ്ടുവരണുണ്ട്. ഓ സമാധാനമായി. അതെ, ഇനിയിപ്പോൾ ക്ലീറ്റൊക്കെ അറിയാം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഈ വെളിച്ചെണ്ണ കച്ചവടത്തിൽ ക്ലീറ്റോ ഒരു വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കും. നോക്കിക്കോ. തള്ളല്ലേ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യം തേങ്ങ ഇവിടെ എത്തട്ടെ, എന്നിട്ട് അത് പൊതിക്കട്ടെ, എന്നിട്ട് ഉണക്കട്ടെ, എന്നിട്ട് ആട്ടട്ടെ, എന്നിട്ട് വിൽക്കട്ടെ. കഷ്ടം. ആ അയ്യോ വന്ന് ഇങ്ങോട്ട് ഒതുക്കി 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 ഒതുക്കി. എവിടെ ഇറങ്ങ പൊന്നപ്പ പൊന്നപ്പൻ എവിടെ? എവിടെ അതിന്റെ പൈസ കൊടുക്കാതെ. ആ പൈസ കൊടുത്ത് ആ കൊടു. ശരിയേട്ടാ. അല്ല മാറി വണ്ടി പോട്ടെ മാറി. അളിയാ പൊന്നപ്പനെ ഒരു ബെൻസ് കാറി വന്ന് കൂട്ടിക്കൊണ്ട് പോയതാ. ബെൻസാറി കൊണ്ടുപോയാ? പിന്നെ ഇതിപ്പോ ആരും ഇത് തെങ്ങി കയറും? എന്റെ അളിയ വേറെ പ്രശ്നമൊന്നുമില്ല. അവന്റെ കയ്യിൽ ഞാൻ യന്ത്രം മേടിച്ചിട്ടുണ്ട്. തെങ്ങി കയറുന്ന യന്ത്രമാണ് ഇത്. എടാ ഈ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അമ്മാവ ഇത് വെറും സിമ്പിളാണ്. ഇത് ചുമ്മാ ഇങ്ങനെ രണ്ട് കാലിലും അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് കയറി പോയാൽ മതി. അപ്പൊ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടാ പോയത്. എടാ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പരിചയമില്ലാത്ത കാര്യമല്ല, ഇത് നടക്കുവോ? അല്ല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരാളെ വിളിച്ച് അയാൾക്ക് കാശ് കൊടുക്കണ്ടല്ലോ. പിന്നെ ആ അത് ശരിയാ, നമുക്ക് മാറി ഇങ്ങോട്ട് കയറിയാ പോരെ. അത് ലാഭം. ഇത് കാലിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കയറി കൊടുത്താൽ മതി. ഇങ്ങനെ പറയുമ്പോ അത് കേൾക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ തെങ്ങി കയറി ഒന്ന് കാണിച്ചാലേ അത് നമുക്ക് വിശ്വസിക്കാൻ. അല്ലെ ഇത് കേറാൻ പറ്റും, നമുക്ക് കേറാളിയാ. നീ എല്ലാം ഓക്കെ ആണ്? പിന്നെ ഞാൻ ഓക്കെയാണ്. ലാഭല്ലേ, അപ്പൊ തെങ്ങ് കയറുന്ന കാശ് കൊടുക്കണ്ടല്ലോ. അതെ, നമ്മളിത്തിരി കച്ചവടമൊക്കെ ഗംഭീരായി നമുക്ക് ഇങ്ങനത്തെ ഓരോരുത്തർ ആളുമ്പിലും ഓരോരുത്തർക്ക് ഓരോ മെഷീൻ വാങ്ങിച്ചാൽ മതി. അത് ശരി എന്നാ പിന്നെ അങ്ങനെ ആവാം അല്ലേ? എന്നാ നമുക്ക് നമ്മുടെ തൊടിയിലിനോട് തുടങ്ങാം. ഒരു ധൈര്യത്തിന് ഞാൻ വരടാ. നടക്കുന്ന ഐശ്വര്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇത് എങ്ങനെയാന്നൊക്കെ. എല്ലാം എനിക്ക് നടക്ക് അത് എടുക്ക്. വാങ്ങിക്കുന്നവരാ അതങ്ങോട്ട് പോകെ നടന്നു. എന്തായാലും ഈ യന്ത്രം കണ്ടുപിടിച്ചത് നന്നായി കേട്ടാ മാവ. ഈ തെങ്ങിൽ ആദ്യം നോക്കാം. ഇതിൽ കയറാം അല്ലേ? ഇത് നമ്മുടെ മുത്താണ്. അതെ, ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോവാണ്. കനിയണം. അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊന്നും പോരാ, നല്ല രീതിയിൽ കൊലയ്ക്കണം. എന്നാ പിന്നെ എടുത്ത് വെക്കി പെട്ടെന്ന് നോട്ടെ. ആരാ കയറുന്നേ? അതൊക്കെ ഇവർക്ക് അറിയാം. എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അല്ല, ഈ തെങ്ങേറ്റക്കാരന്മാരൊക്കെ ആവി പിടിക്കണ്ടല്ലോ. ഇത് ഓരോന്നും എല്ലാ വീട്ടിലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ സുഖം. ഇതൊക്കെ ഭയങ്കര ടെക്നിക്സ് ആണ് കേട്ടാ. ഒരു പിരി ശരിയായില്ലെങ്കിലുണ്ടല്ലോ സാധനം കേറൂല. അങ്ങനെ എടുക്കും. ഞാൻ എപ്പോഴോ ഞാൻ കണ്ടു പൊന്നപ്പം തെങ്ങിയപ്പോ ഞാനിത് കണ്ടു. ഇത് വെച്ചിട്ടേ അത് ലൂസ് ചെയ്യടാ. അത് ഞാൻ ലൂസ് ചെയ്യല്ലേ? കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. ലോക്ക് വീണോ? ആ ലോക്കൊക്കെ ലോക്കൊക്കെ കറക്റ്റ്. ഓക്കെ ഓക്കെ. ഓരോ കണ്ടുപിടുത്തങ്ങളെ. എനിക്ക് പറ്റില്ല, അളിയൻ കയറി. നിനക്കെന്തോ കുഴപ്പം? പക്ഷെ അളിയ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ. അത് കയറി കഴിയുമ്പോൾ അതൊക്കെ മാറും. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, നടരാജൻ കയറും. ധൈര്യമായിട്ട് നേതാവ് കയറിക്കോ. നേതാവ് ഈ കാര്യത്തിൽ നേതാവ് ഒന്നുമില്ല. നീ ഇതിന് ചവിട്ടി കയറിടാ. അത് പിന്നെ എന്തിനാണ് കാണാനാണ് ആ മെഷീൻ കൊണ്ടിട്ടേക്കണേ? ഇങ്ങോട്ട് മാറാം, അതും കൂടെ ഫിറ്റ് ചെയ്യണ്ടേ? പാർട്ടി പിരിവിന് പോകുന്നുണ്ട്. മെഷീൻ വെച്ചല്ലേ കയറുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഫിറ്റ് ചെയ്യും. ഇതിന്റെ അടിയിലാണ് അമ്മ വെക്കുന്നത്. എനിക്കറിയാം, ഞാനല്ലേ ഇത് പഠിച്ചത്. അമ്മ പഠിച്ചില്ല. കുറച്ചൊരു ബുദ്ധിയുള്ളവനെ കണ്ടറിഞ്ഞൂടെ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ.
അവൻ ആദ്യമേ അമ്മാവനെ അമ്മാവനെ ചെയ്യേണ്ടത് എന്ത്? ചെയ്യട്ടെ. ഞാൻ ചെയ്തത് പോരാ. ഒന്നിപ്പം പറഞ്ഞു കൊടുത്താൽ അവർക്കല്ലേ അത് അറിയാവൂ കൃത്യമായിട്ട്. നടരാ, ഇത് പിടിച്ചിട്ട് നടരാ, കൊളുത്ത് പിടിച്ചിട്ട് ഒന്ന് സഹായിക്കും നടരാജാ. ഇത് ഫിറ്റ് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ അത് ചെയ്തുകൂടെ? ഇത് എനിക്കറിയാവുന്ന ഞാൻ ചെയ്യല്ലേ. ആ അതെ അതെ. ഇതിപ്പോ ഫിറ്റ് ചെയ്യാൻ തന്നെ ഒരു ദിവസം ഇതിന് നല്ല ആളെ വിളിക്കാൻ തോന്നുന്നു. ആദ്യത്തെ പ്രാവശ്യമല്ലേ, ആ. സമയം എടുക്കൂലേ? ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടക്കയെന്ന് കേറിക്കൂടെ? ബഹളം വെക്കല്ലേ, സമാധാനപ്പെടും. സമാധാനം വേണ്ടേ? അത് ഇങ്ങനെ തന്നെയാണോ ഫിറ്റ് ചെയ്യത്? രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ എന്നാ പിന്നെ തുടങ്ങിക്കോ. കേറിക്കാൻ നടരാ. ഒരു വിറയലും വാദത്തിന് എന്താണ് തോന്നുന്നത്? ഈ യന്ത്രത്തിനോ? ഇല്ല, എന്റെ കാലിന്. അതെ, നിങ്ങളും ശരിയല്ല, ഇങ്ങോട്ട് മാറി ഞാൻ കയറാം. എന്ത് ചെയ്യാൻ പോണ്? ഞാൻ കയറാം. എന്തിന്? എങ്ങനുണ്ട്? ചുമ്മാ അമ്മ പ്രായം ഒന്ന് മനസ്സിൽ വെക്കും. വെറുതെ ആവശ്യമില്ല എടുത്തിടാൻ കാണിക്കില്ല. ഇത് എനിക്കറിയാം, കാരണം യവനെ കൊണ്ട് ഒരു ഗുണത്തിനും കൊള്ളില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് കരുതി തന്നെ. ആരെങ്കിലും കയറാങ്ങട്. ഒന്ന് വിളിച്ച നിന്നേക്ക് എന്തിനാ പാർട്ടിയുടെ കാര്യത്തിനും കൊള്ളൂല, എന്നാ മനുഷ്യന് വേറൊരു ആവശ്യത്തിനായാലും കൊള്ളൂല. ധൈര്യമായിട്ട് കേരളിയാ. എനിക്ക് കേറാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ ബിസിനസ്സിൽ ഞാൻ ഒരുപാട് സാമ്രാജ്യങ്ങൾ സ്വപ്നം കണ്ടുപോയി. അതുകൊണ്ടാ ഒന്ന് പിടിച്ചെടുത്തോ. രണ്ട് അത് കുഴപ്പമില്ല. അതെടുക്കാം. കർത്താവേ മിന്നിച്ചേക്കണേ. കുഴപ്പമില്ല. അത് പൊക്ക്. ഞാൻ ഇപ്പൊ ചാടി ഒരു ചവിട്ടി വരും കേട്ടോ. വർത്താനം പറയുന്നു. പഠിച്ചല്ലോ. ഇത് ഇത്രയൊക്കെ ഉള്ളു സംഭവം. ഒന്നുമില്ലടാ, സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ അതിന് പറ്റുമെന്ന്. അങ്ങനെ കറക്റ്റായി. കുഴപ്പമില്ല, ഇപ്പൊ കൊള്ളാം. കേറാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിളാണ് കേട്ടാ. പിന്നെ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല. ഞാനും ഇത് നേരത്തെ കണ്ടപ്പോ വിചാരിച്ചു ഭയങ്കര എന്തോ സംഭവമാണ്. ഇതിപ്പോ ഒരു നേരം ആരും ഇല്ലെങ്കിൽ എനിക്കൊക്കെ കേറാല്ലേ? പിന്നെന്താ, നിനക്ക് ഒരു തെങ്ങയിലല്ല എത്ര തെങ്ങയിൽ വേണേലും വളരെ സിമ്പിൾ ആയിട്ട് കയറാൻ പറ്റും. പിന്നെ ഫോട്ടോ എടുക്കാം. ചിരിച്ചോട്ടാ. അയ്യടാ പാവം. അത് ഫേസ്ബുക്കിൽ ക്ലീറ്റസ് നേതാവ്. അതൊന്നും എനിക്കറിയില്ല, അത് ക്ലീറ്റോ വന്നിട്ട് ഇട്ടാ മതി. എന്തിനാ നിന്റെയൊക്കെ എടുക്കണം? എന്തിനാണ്? ഒരു കാര്യമില്ല. ആ ഞാൻ കയറട്ടെ. അല്ല, ഇത് ഇടയ്ക്ക് നിർത്തിയാലേ ഇത് കുഴപ്പം. ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടുകയെ. ഇതിപ്പോ കറക്റ്റ് അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഒരു 4 സ്റ്റെപ്പ് കൂടി വെച്ചാൽ നമുക്ക് തേങ്ങ പിടിക്കാം. ഇന്നിപ്പോ ഒരു 50 തെങ്ങ് പുഷ്പം പോലെ കേറിക്കോ. എന്താ ക്ലീറ്റോ മിണ്ടാത്തെ? 2 സ്റ്റെപ്പ് കൂടി മതി. ശ്വാസം കിട്ടാത്ത പോലെ അതെ, നിക്ക്. അതെന്തറിയോ, ഈ കുറച്ചു നേരം അങ്ങനെ നിക്ക്. എന്നിട്ട് നമുക്ക് ശ്വാസമൊക്കെ വിട്ടിട്ട് ഒന്ന് ഇതായിട്ട് കയറിയാ മതി. ഇവിടെ വായുവില്ല. അയ്യേ, അത് തോന്നണതാ. അല്ല, വായു എനിക്ക് ശ്വസിക്കാൻ വായു കിട്ടുന്നില്ല. ക്ലീറ്റോ അതിന്റെ പൊക്കത്ത് കയറിട്ട് ഓരോന്ന് പറയല്ലേ. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യേ, തങ്കത്തിന് നോക്കിക്കേ. ഇല്ല, താഴോട്ട് നോക്കിയാൽ തല കിട്ടണ പോലെ. അതെ, താഴത്തേക്ക് നോക്കണ്ട. അപ്പൊ പേടി തോന്നുള്ളൂ കേട്ടോ. മേലോട്ട് നോക്കിട്ട് അതേ അവസ്ഥ തന്നെ. മേലോട്ട് നോക്കിട്ട് തല കിട്ടുന്നു. അമ്മ ആ തെങ്ങ് ആടുന്നത്. അത് പഴംപൂരാണല്ലേ. ഇപ്പോഴത്തെ തെങ്ങിനെ വിശ്വസിക്കാൻ പറ്റൂല എനിക്ക്. എന്തോ പോലെ. അയ്യോ, ഇറങ്ങണത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അയ്യോ, അതെ, നീ മിണ്ടാതിരിക്കുക. നമ്മള് കേറുമ്പോ ഇങ്ങനെ ലൂസാക്കിയില്ലേ, അതുപോലെ ലൂസാക്കിയിട്ട് ഇങ്ങനെ കാലിങ്ങനെ എന്റെ കൈക്ക് ബലമില്ല. എന്റെ കൈയുടെ കാലിലെ ശക്തി നഷ്ടപ്പെടുക. ഒന്നുമില്ല, നീ അങ്ങനെ പിടിച്ചെന്നോ. അയ്യോ,
തല ചുറ്റുന്നു. തങ്കത്തിന് നോക്ക്. അങ്ങോട്ട് നോക്കിയാ തല ചുറ്റും. അതെ താഴത്തേക്ക് നോക്കണ്ട കേട്ടോ. എപ്പോഴും നോക്കിയാ മേളിൽ നോക്കിയാ അതിലും പേടിയാ. എന്താ ചെയ്യപ്പത്? അയ്യോ. ഇവിടാത്ത ഓരോ പണിക്കുന്നിട്ട് എന്താ ചെയ്യാ? നമുക്ക് എയർഫോഴ്സിനെ വിളിച്ചാലോ? എയർഫോഴ്സ് അല്ലടാ പോട്ടാ, ഫയർഫോഴ്സ്. ഏതെങ്കിലും ഫോഴ്സ് വിളിക്കുക. ഇറക്ക നീ പോയി വിളിച്ചോണ്ട് വാടാ. ക്ലീറ്റോ, തങ്കത്തിന് നോക്ക് ക്ലീറ്റോ. അതെ നിക്ക്. ഇല്ല, എടാ, നീ ഒന്നുമില്ല. അങ്ങ് പിടിച്ച് നിക്ക് പോടാ. ക്ലീറ്റോ. ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലടാ, അങ്ങനെ നിക്ക്. എന്റെ ദേഹം കുഴയുന്നല്ലോ. Alien versus Alien.